Hi everyone, this is Jebinse from Evika. അങ്ങനെ iOS 18.3.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്ററാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഡിവൈസിൽ ലഭിക്കുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 704.6 MB എൻ്റെ iPhone 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB അടിയിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ഒഫീഷ്യൽ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, tvOS, visionOS എന്നീ പറയുന്ന പ്ലാറ്റ്ഫോമിനും ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ മെയിനായിട്ട് ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റും ബഗ് ഫിക്സുമാണ് നോക്കുന്നത്. സോ ഇതിൽ പുതിയ ഫീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ബഗ് ഫിക്സുകളാണ് ആപ്പിൾ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.3.2 22D82 എന്ന നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഒരു പുതിയ മോഡേൺ ഫോം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തുടക്കം തന്നെ ഞാൻ ഈ ഒരു അപ്ഡേഷനിൽ പറഞ്ഞായിരുന്നു iOS 18.3.2 എന്നാണ് ഈ ഒരു അപ്ഡേഷൻ മോർ ഓവർ ഒരു ജാം പാക്ക് ഫീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ബഗ് ഫിക്സും സെക്യൂരിറ്റി അപ്ഡേറ്റുമായിരിക്കുന്നത്. ഈ ഒരു ബഗ് ഫിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹവും മാറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതും ക്യാമറ ബഗ് തന്നെയാണ്. കാരണം ഈ ഒരു ബഗ് വല്ലാണ്ട് എനിക്കൊരു പ്രശ്നം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു നല്ല മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഇതേപോലെ ഈ പറഞ്ഞ ഫോൺ എടുത്ത് ക്യാമറ എടുക്കുമ്പോൾ ബഗ്ഗായി നിൽക്കും, ഫ്രീസായിട്ട് നിൽക്കും, സ്റ്റക്കായി നിൽക്കും, ബ്ലാക്ക് കളറിൽ വരും എന്നീ പറഞ്ഞ പ്രശ്നങ്ങൾ കുറേയായി എനിക്ക് വരുന്നത്. സോ എസ്പെഷ്യലി എനിക്ക് വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പോപ്പായിരുന്നു വാട്സാപ്പ് ആസ് അൺഎബിൾ ടു സ്റ്റാർട്ട് ദ ക്യാമറ എന്നീ പറയുന്ന പോപ്പപ്പ്. ഈ ഒരു പോപ്പപ്പും എനിക്ക് വല്ലാണ്ട് ഒരു തൊല്ല തന്നെയായിട്ടാണ് മാറിയത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നേരം ഈ ഒരു പോപ്പപ്പ് വരുമ്പോൾ ഞാൻ പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് അതിനുശേഷം ഒന്നും കൂടെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്താൽ മാത്രമാണ് ക്യാമറ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ക്യാമറ സ്റ്റക്ക് എന്ന് പറഞ്ഞ ബഗ് വല്ലാണ്ട് ഒരു പ്രശ്നം തന്നെയാണെന്നുണ്ട്. പുതിയ iPhone 16 ഈ സീരീസിലും ഈ പറയുന്ന പ്രശ്നം പെർസിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ആപ്പിൾ അത് മേക്ക് ഷുവർ എന്തായാലും പുതിയ അപ്ഡേഷനിൽ കുറക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതേപോലെ ക്യാമറ സ്റ്റക്ക് ഉണ്ടെങ്കിൽ എന്തായാലും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു മേജർ ബഗ്ഗായിരുന്നു കോൾ ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർ കറക്റ്റായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കോള് കട്ടായിപ്പോവും അല്ലെങ്കിൽ ആ ഒരു കോള് ഡ്രോപ്പായിപ്പോവും. സോ അങ്ങനെയും കുറേയധികം നെറ്റ്വർക്കായ ഇഷ്യൂസും ഈ പറഞ്ഞ കഴിഞ്ഞ അപ്ഡേഷനിൽ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. സോ ഞാൻ ഈ ഒരു അപ്ഡേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോംവെയർ അപ്ഡേഷൻ കുറച്ചൊന്നും ബെറ്റർ ആക്കിയുകൊണ്ട് നമുക്ക് കോൾ ഡ്രോപ്പും ബാക്കി ഇഷ്യൂസും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരുന്നുണ്ടെന്ന്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മേക്ക് ഷുവർ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ആപ്പ് സ്റ്റോറിൽ പോവുക. അതിനുശേഷം ഞാൻ ഇതേപോലെ വാട്സാപ്പ് ടൈപ്പ് ചെയ്തു. വാട്സാപ്പ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു സെക്യൂരിറ്റി പാച്ചോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് അല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ഫീച്ചേഴ്സാണ് വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബഗ്ഗുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആപ്പ് സ്റ്റോറിൽ വരിക. ഇതേപോലെ ആപ്ലിക്കേഷൻസിൽ ബഗ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ആ ഒരു ഡിവൈസിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ഈ പറഞ്ഞ iOSൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെറ്റിങ്സ് അതേപോലെ ക്യാമറ എന്നീ പറയുന്ന കാര്യങ്ങൾ ഫോൺ വഴി നിങ്ങൾക്ക് അപ്ഡേഷനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ബഗ്സോ വരുന്നുണ്ടെങ്കിൽ അത് പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴായിരിക്കും മാറുന്നത്. പക്ഷേ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിന് നിങ്ങൾക്ക് ബഗ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ആപ്പ് സ്റ്റോറിൽ പോയി ഈ ഓരോ ആപ്ലിക്കേഷൻസ്
അപ് ടു ഡേറ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് തന്നെയാണ്. അടുത്തൊരു മേജർ ബഗ്ഗാണ് കീബോർഡ് ലാഗ് എന്ന് പറയുന്നത്. കുറേ കൂട്ടുകാർ നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു ഈ പറഞ്ഞ വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നത് കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്ലോ ആവുന്നുണ്ട് എന്നൊരു പ്രശ്നം. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കീബോർഡ് ലാഗ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് കീബോർഡ് ലാഗ് നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ മാത്രമായിരിക്കാം അതിന് ഒരു ബഗ് ഫിക്സ് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ 2 റെമഡീസ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ബഗ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്. അല്ലാത്ത പക്ഷം ആ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ബഗ് നിങ്ങൾക്ക് മാറാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ നമുക്കൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി റിലീസിൻ്റെ ആ ഒരു പേജിലേക്ക് പോകാം. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്കിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. iOS 18.3.2 ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് എടുത്തു. താഴത്തേക്ക് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. വെബ് കിറ്റിൽ മാത്രമാണ് ആപ്പിൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇമ്പാക്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രീംലി സഫിസ്റ്റിക്കേറ്റഡ് അറ്റാക്ക് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസ് മേ ബി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ ആർമി എംപ്ലോയീസ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ആൾക്കാരായിരിക്കും ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽസ് എന്നവർ പറയുന്നത്. അല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേയധികം കൂട്ടുകാർക്കൊന്നും ഈ ഒരു ബഗ് കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ത്രെട്ട് കൂടുതലും വരാറില്ല. ആ ഒരു ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രൈവസി സെക്ടേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനാണ് ഈ പറഞ്ഞ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ത്രെട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പോലും എല്ലാ ഇൻഡിവിജ്വൽസിനും വേണ്ടിയാണ് ആപ്പിൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ചും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്ത ആപ്പിളിലെ മേജർ അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18.4 എന്നായിരിക്കും റിലീസ് എന്ന് വെച്ചാൽ ആപ്പിൾ ഓൾറെഡി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏപ്രിലായിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ള ബേറ്റാണ് iOS 18.4ൻ്റെ ബേറ്റ 3 എന്ന് പറയുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കാണുക. കുറേയധികം മാറ്റങ്ങളാണ് ആപ്പിൾ iOS 18.4ൽ കൊണ്ടുവരാൻ പോകുന്നത്. സോ മേ ബി ഈ പറഞ്ഞ മൺഡേ റിലീസാണെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആയിട്ടുള്ള 7th തന്നെ iOS 18.4ൻ്റെ ആ ഒരു അപ്ഡേഷൻ ഒഫീഷ്യൽ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷന് ശേഷം എൻ്റെ ഈ പറഞ്ഞ പെർഫോമൻസും ബാക്കി കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളോ ബഗ്ഗോ ക്ലട്ടറിങ്ങോ ഇത്രയും നേരം ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റും അതേപോലെ റിവ്യൂവും അറിയണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫോളോ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം തറവലി യൂസ് ചെയ്താൽ മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസിൽ എനിക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ഫീഡ്ബാക്ക് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് ബാറ്ററി പെർഫോമൻസും സെയിം ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇതൊരു മേജർ ഒരു അപ്ഡേഷനല്ല, അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററി നോക്കുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ 100% ഇപ്പോഴും ഉണ്ട്. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 144 ആണ്. എൻ്റെ ഈ പറഞ്ഞ ഫസ്റ്റ് യൂസ് ഒക്ടോബറിലായിട്ട് പോലും എനിക്ക് 100% ബാറ്ററി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും അതോടൊപ്പം ബാറ്ററി യൂസേജും അതേപോലെയാണ്. എൻ്റെ ബാറ്ററിയുടെ ഈ പറഞ്ഞ ചാർജിങ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഞാൻ 90% ഈ പറഞ്ഞ ബാറ്ററിയുടെ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന 20% ചാർജ് ചെയ്യണം, 30% ചാർജ് ചെയ്യണം, അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ പറഞ്ഞ കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കുത്തിയിടും, അതേപോലെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചാർജ് കുറവാണ് ഞാൻ കുത്തിയിടും. അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചാർജ് ഇത്ര ലിമിറ്റ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര വരെ ഞാൻ ചാർജ് ചെയ്യുള്ളൂ, 20% ആകുമ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് കുത്തിയിടും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യാറില്ല. ചാർജ് കുറയുമ്പോൾ ഞാൻ കുത്തിയിടും, പക്ഷേ ചാർജിങ് ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് 90 ആണ്. സോ നിങ്ങൾ ഈ പറഞ്ഞ 90 എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുക. അതോടൊപ്പം ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും വ്യത്യാസം ഉണ്ടാകും. അവരുടെ യൂസേജ്, ആ ഡിവൈസിൻ്റെ മാറ്റങ്ങൾ എന്നീ പറഞ്ഞ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഈ പറഞ്ഞ ബാറ്ററിയിൽ നമുക്കുണ്ട്. സോ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ
ബാറ്ററിയുടെ ഒരു ഹെൽത്തിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമാണ് അല്ലെങ്കിൽ ബഗ് ഫിക്സസ് മാത്രമാണ് ഈ ഒരു അപ്ഡേഷനിൽ വരുന്ന മാറ്റം. സോ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഗ് ഫിക്സോ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന മേജർ അപ്ഡേറ്റിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ചസും ബാക്കി കോഡിങ്ങും ഓൾറെഡി നിങ്ങൾക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ലോഡും കൂടെ ആഡ് ചെയ്തായിരിക്കും അടുത്ത ഒരു മേജർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ എസ്പെഷ്യലി iPhone 13 സീരീസുകാർക്ക് ഈ ഒരു പ്രശ്നമോ ബഗ്ഗോ ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മാത്രം പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.3.2ൻ്റെ പുതിയ അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് റിലീസ് ആകുമ്പോൾ തന്നെ കറക്റ്റ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് യുവർ ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.